ചരിത്രത്തിന്റെ ഇടിമുഴക്കം പോലെ ആ വലിയ വിസ്മയം, ലോകം മുഴുവൻ കീഴടക്കുവാൻ വിധി നിർണയിച്ചവൻ, ഭൂമിയെ സിംഹാസനമാക്കുവാൻ കുതിച്ചവൻ. ഒരു പോരാളിക്ക് ബലമുള്ള ശരീരം മാത്രം പോരാ, തീക്ഷ്ണമായ മനസ്സും വേണമെന്ന തിരിച്ചറിവോടെയാണ് ലോക തത്വചിന്തകനായ അരിസ്റ്റോട്ടിന് മുന്നിൽ തന്റെ 13-ാം വയസ്സിൽ ഇരുന്നു കൊടുത്തത്. തത്വചിന്തയും രാഷ്ട്രതന്ത്രവും ആയുധങ്ങളാക്കി ഒരു രാജ്യത്തിന്റെ സിംഹാസനത്തിലേറി ആ 20 വയസ്സുകാരൻ. ആയുധം കൊണ്ട് മാത്രമല്ല, തന്റെ കൂർമ്മ ബുദ്ധി കൊണ്ടുകൂടിയായിരുന്നു ഓരോ രാജ്യവും തന്റെ അധീനതയിലാക്കി മാറ്റിയത്. ആ തോൽക്കാത്ത പോരാളിയുടെ പേരത്രേ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. മാസിഡോണയിൽ നിന്ന് തുടങ്ങി യൂറോപ്പും ആഫ്രിക്കയും പേർഷ്യയും കടന്ന് ഇന്ത്യ വരെ എത്തിച്ചേർന്ന യുദ്ധവിജയങ്ങൾ, ഇന്ത്യയിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പോറസ് എന്ന രാജാവുമായി ഹൈഡാസ്പസ് യുദ്ധത്തിൽ തന്നോളം സ്നേഹിച്ച കാളത്തലയൻ എന്നർത്ഥമുള്ള ബ്യൂസിഫാലസ് എന്ന കറുത്ത കുതിര മരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും യുദ്ധം വിജയിച്ചു. പിന്നീട് അങ്ങോട്ട് മടക്കയാത്രയാണ്. യുദ്ധത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും തന്റെ 33-ാമത്തെ വയസ്സിൽ രോഗബാധിതനായി മരണശയ്യയിലേക്ക്. അധികാരത്തിൽ 12 വർഷം കൊണ്ട് ലോകത്തിന്റെ പകുതിയോളം കീഴടക്കിയ അലക്സാണ്ടർ തന്റെ മരണവേളയിൽ ഭൃത്യന്മാരെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഞാൻ മരിച്ചാൽ എന്നെ ചികിത്സിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യന്മാർ തന്നെ എന്റെ ശവമഞ്ചം ചുമക്കുവാൻ. കാരണം മരണത്തെ തോൽപ്പിക്കുവാൻ എല്ലാവരും അശക്തരാണ് എന്ന ചിന്തയുണ്ടാകുവാൻ. രണ്ടാമതായി, എന്റെ മരണശേഷം എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എന്റെ 2 കൈകളും പുറത്തേക്ക് തൂക്കിയിടുക. ലോകം കീഴടക്കിയ താൻ പോലും ലോകത്തു നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല. ശൂന്യമായ കൈകളോടെ ജനിച്ചു, ശൂന്യമായ കൈകളോടെ തന്നെ തിരിച്ചു മടങ്ങുന്നു. മൂന്നാമതായി അലക്സാണ്ടർ പറഞ്ഞു, എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ എന്റെ സമ്പത്തുകൾ വാരി വിതറുക. ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം തന്നെ വഴിയരികിലെ പൊടി പോലെ നിസ്സാരമാണ്. പണം, അധികാരം, പ്രശസ്തി ഇവയൊന്നും ശാശ്വതമല്ലെന്ന് ജനം തിരിച്ചറിയട്ടെ. വൈദ്യന്മാർ തോൽക്കും, കൈകൾ ശൂന്യമാകും, ധനം വഴിയിൽ ഉപേക്ഷിക്കപ്പെടും. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം.